ഏപ്രിൽ 16-നുണ്ടായ കനത്ത മഴയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്ന് UAE നിവാസികൾ കരകയറും മുമ്പേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ശക്തമായ കാറ്റും മഴയും. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്കും 4 മണിക്കും ഇടയിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായത്. എന്നാൽ ഏപ്രിൽ 16-നുണ്ടായതുപോലെ തീവ്രമായ കാലാവസ്ഥ ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ലെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. അതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അബുദാബി, ദുബൈ, ഷാർജ എമിറേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഇത്തവണ പ്രധാനമായും മഴ പെയ്തത്. ശക്തമായ കാറ്റായിരുന്നു ഇത്തവണത്തെ മഴയുടെ സവിശേഷതയെന്ന് ദുബായ് നിവാസികൾ പറഞ്ഞു. മഴ 2 മണിക്കൂർ മാത്രം നീണ്ടുനിന്നതിനാൽ കാര്യമായ വെള്ളപ്പൊക്കമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ശക്തമായ കാറ്റിൽ ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും പരസ്യ ബോർഡുകളും മറ്റും തകർന്നു വീഴുകയും ചെയ്തു. എന്നാൽ ആളുകൾ പുറത്തില്ലാത്ത സമയമായിരുന്നതിനാൽ ആളപായങ്ങളൊന്നും ഉള്ളതായി റിപ്പോർട്ടില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. രാജ്യത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിലായി മിതമായതോ കനത്തതോ ആയ മഴ തുടർന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടയ്ക്കിടെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുകളെ തുടർന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതിനെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഇടത്തരം മുതൽ കനത്ത മഴ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കി റിമോട്ട് വർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ പ്രവചനത്തെ തുടർന്ന് UAE നിവാസികളും ആവശ്യമായ പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് വാഹനങ്ങൾക്കായിരുന്നു എന്നതിനാൽ അവ സുരക്ഷിതമാക്കാനുള്ള നടപടികൾക്കായിരുന്നു പ്രാമുഖ്യം. പലരും വെള്ളം കയറാത്ത ഉയർന്ന സ്ഥലങ്ങളിൽ വാഹനം പാർക്കിംഗ് സജ്ജീകരിച്ചു. ചില വ്യാപാര സ്ഥാപനങ്ങൾ തങ്ങളുടെ കടകളിൽ വെള്ളം കയറാതിരിക്കാൻ അവയുടെ വാതിലുകൾ പ്ലാസ്റ്റിക് ഷീറ്റുകളും മാസ്കിംഗ് ടേപ്പുകളും കൊണ്ട് മറച്ചിരുന്നു. ചിലർ കടക്ക് പുറത്ത് ചെറിയ മണൽ ചാക്കുകൾ നിറച്ച് പ്രതിരോധം തീർത്തു. പുലർച്ചെ നേരമായതിനാൽ മഴ പെയ്യുമ്പോൾ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇടിയുടെയും ശക്തമായ കാറ്റിൽ ജനൽപാളികളും മറ്റും അടയുന്നതിന്റെയും ശബ്ദം കേട്ടാണ് പലരും ഞെട്ടിയുണർന്നത്. എന്നാൽ അധികൃതർ നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതിനാൽ താമസയിടങ്ങളിൽ കാര്യമായ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ശക്തമായ കാറ്റിൽ പല വീടുകളുടെയും ചെടിച്ചട്ടികൾ അടക്കമുള്ളവ വീടിന് പുറത്തുള്ള സാധനങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ UAE കാലാവസ്ഥയെ തുടർന്ന് ദുബായ് എമിറേറ്റിലെ എല്ലാ ബീച്ചുകളും പൊതുപാർക്കുകളും മാർക്കറ്റുകളും അടച്ചതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ചില എമിറേറ്റുകളിൽ വിദ്യാലയങ്ങൾ വിദൂര പഠന രീതിയിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചു. ദുബായ് എയർപോർട്ടും എയർലൈനുകളും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.